നന്ദു ആൻഡ് നന്ദുസ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീട്ടിലുള്ള ആപ്പിൾ ചാമ്പക്കയെ കുറിച്ചാണ്. നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ടല്ലേ. പക്ഷെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങളിൽ നിന്നുണ്ടാവുന്ന ഇതുപോലുള്ള ഫ്രൂട്ട്സ് അത് കഴിക്കുന്നത് തന്നെ കുട്ടികൾക്ക് ഒരു സന്തോഷമാണല്ലേ. ഇത് തായ്ലാന്റ് വെറൈറ്റി ആപ്പിൾ ചാമ്പയാണ്. ഇത് പഴുക്കുമ്പോൾ ഒരുപാട് റെഡ് കളർ ആവാറില്ല. ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഫ്രൂട്ടിന്. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, കാൽഷ്യം, അയൺ, പിന്നെ ധാരാളം ഫൈബറുകളും അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ചാമ്പയ്ക്ക. ഇത് കഴിക്കുന്നത് ഡൈജഷൻ പ്രോബ്ലവും അസിഡിറ്റിയും ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഇതിന്റെ തൈകൾ നഴ്സറിയിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. ധാരാളം കായ്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണിത്. വീട്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ തീർച്ചയായും വെച്ച് പിടിപ്പിക്കേണ്ടതാണ് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇത് വീട്ടിലുണ്ടായി നിൽക്കുമ്പോൾ കുട്ടികൾ അത് പറിച്ചു കഴിക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനില്ല കേട്ടോ. ഇത് കായ്ച്ചു തുടങ്ങിയാൽ ആഴ്ചയിൽ 2-3 ദിവസം വെള്ളം നനച്ചാൽ മതി. കാരണം ഡെയിലി നനച്ചു കഴിഞ്ഞാൽ കായ്ക്ക് മധുരം കുറവായിരിക്കും. ഇത് അച്ചാറിടാനും ഉപ്പിലിടാനും ജാം ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇവിടെ ഉപ്പിലിട്ട് വെക്കാറുണ്ട്. ഉപ്പിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് കായ്ക്കള് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം, കല്ലുപ്പ്, വിനേഗർ, പച്ചമുളക് എന്നിവയാണ്. ഇതിപ്പോ കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ഓരോ ലെയറായിട്ട് കല്ലുപ്പും പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ല തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കുറച്ച് വിനേഗർ കൂടി ഒഴിച്ചിട്ട് കൂട്ടി വെച്ചാൽ മതി. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈ ആപ്പിൾ ചാമ്പയ്ക്ക കൊണ്ട് നല്ലൊരു ജ്യൂസും ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ ഞാൻ ചാമ്പയ്ക്ക 3 ഗ്ലാസ് ജ്യൂസിനുള്ളത് എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് 2 ചാമ്പയ്ക്കയും ഒരു ചെറിയ നാരങ്ങയുടെ പകുതിയും 1 ടീസ്പൂൺ പഞ്ചസാരയുമാണ് വേണ്ടത്. ഇവിടെ ഞാൻ 6 ചാമ്പയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു നാരങ്ങ ആയതുകൊണ്ട് ഇതിന്റെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും വേണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചാമ്പക്കയും പഞ്ചസാരയും ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് 2 ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട്. നമ്മൾ ഈ പേസ്റ്റ് ആക്കിയ മിശ്രിതം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ സോഡയാണ് കേട്ടോ ഒഴിക്കുന്നത്. സോഡ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. സോഡ അത്ര ഹെൽത്തി അല്ല. സോഡയ്ക്ക് പകരം വെള്ളം ചേർത്ത് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ അമ്മു നന്ദു എക്സാം കഴിഞ്ഞ് വന്ന ദിവസം ഉണ്ടാക്കി കൊടുത്തു. അമ്മു നന്ദിന് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ആപ്പിൾ ചാമ്പയ്ക്ക വീട്ടിലുള്ളവർ തീർച്ചയായും ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഉപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കാം. ഒരുപാട് ഗുണങ്ങളുള്ള ചാമ്പയ്ക്ക വീട്ടിൽ തീർച്ചയായും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം കേട്ടോ. കുട്ടികൾക്ക് വിഷരഹിതമായ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത്ര ഹെൽത്തി ആയിരിക്കും കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.